അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. വിനയം ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ മുഖമുദ്രയാണ്. ആ വിനയമുള്ള മനസ്സ് ഒരാൾക്ക് രൂപപ്പെടുന്നത് അവൻ്റെ ഹൃദയം നിഷ്കളങ്കമാവുമ്പോഴാണ്. കാരുണ്യമുള്ള ഹൃദയത്തിൽ നിന്നാണ് സ്നേഹമുണ്ടാവുന്നത്. മറ്റുള്ളവരോട് സ്നേഹവും ദയയും കരുണയും ഉണ്ടാകുന്ന മനസ്സുകളിൽ നിന്നാണ് വിനയത്തിൻ്റെ പ്രകടനമുണ്ടാകുന്നത്. വിനയം അതൊരു മനുഷ്യനെ മറ്റുള്ളവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാക്കുന്നു. മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ സ്നേഹവും സൗഹാർദ്ദവും കാത്തു സൂക്ഷിക്കാനും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെക്കാൾ ഞാൻ ചെറുതാണെന്ന വിചാരവും ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് വിനയം. അതവൻ്റെ വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, പെരുമാറ്റത്തിലൂടെ നമുക്ക് ബോധ്യമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വിനയമുള്ളവരെക്കുറിച്ച് വളരെയധികം പ്രശംസിച്ചു പറഞ്ഞിട്ടുണ്ട്. മൻ തവാളഅ റഫഅഹുല്ലാഹ്. ഒരാൾ വിനയമുള്ളവനാകുമ്പോൾ അവന് എല്ലാവരുടെ ഇടയിലും അംഗീകാരവും സമൂഹത്തിൽ വലിയ സ്ഥാനവും അവന് കൈവരും. മൻ തകബ്ബറ വദഅഹുല്ലാഹ്. നേരെ മറിച്ച് അഭിനയത്തിൻ്റെ നേരെ എതിർ സ്വഭാവമാണ് അഹങ്കാരം. മറ്റുള്ളവരെ അവഗണിക്കാനും നിസ്സാരവൽക്കരിക്കാനും അപഹസിക്കാനും അതുപോലെ തന്നെ സത്യത്തിനെതിരെ ഒരു പുറംതിരിഞ്ഞുള്ള മനസ്സ്, അത് അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. അഹങ്കാരം, കിബർ, അതിൻ്റെ നിർവചനം തന്നെ മഹാന്മാർ പഠിപ്പിച്ചത് ബത്റുൽ ഹഖി വ ഗംതുൻ നാസ് എന്നതാണ്. സത്യത്തെ നിഷേധിക്കുക, സത്യത്തെ നിരാകരിക്കുക, സത്യം തിരിഞ്ഞിട്ടും മനസ്സിലായിട്ടും അത് ചെയ്യാനുള്ള വിമുഖത. ആ സത്യത്തിനെതിരെ പുറംതിരിഞ്ഞുകൊണ്ട് താൻ വലിയവനാണെന്ന ഒരു ഭാവം, ഒരു മേൽമത്തരത്തിൻ്റെ ഒരു സ്വഭാവം, അതാണ് കിബർ. ഗംതുൻ നാസ്, ജനങ്ങളെ നിസ്സാരപ്പെടുത്തുക, ഇഹ്തിഖാർ ചെയ്യുക. ഇതൊരു മനുഷ്യന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഏറ്റവും ദുഷിച്ച ഒരു സ്വഭാവമാണ്. മൻ കാന ഫീ ഖൽബിഹി, ഒരാളുടെ ഹൃദയത്തിൽ ഖർദലത്തും മിൻ കിബർ, കിബറിൻ്റെ ഒരു ചെറിയ അംശം ഉണ്ടായിക്കഴിഞ്ഞാലും അവൻ നരകത്തിൽ പ്രവേശിക്കുമെന്ന് ഹദീസുകളിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിനയം ഉള്ളവരെ ഇഷ്ടപ്പെടുകയും അത് അള്ളാഹുവിൻ്റെ മലക്കുകൾ അറിയിക്കുകയും തൽഫലമായി അയാളെ ലോകത്തുള്ള മറ്റു ജനങ്ങളെല്ലാം ഇഷ്ടപ്പെടുകയും ചെയ്യും. ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഉള്ളിൽ ഈഗോ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് സത്യത്തിനു മുമ്പിൽ തോറ്റുകൊടുക്കാൻ സാധിക്കാത്തത്. യഥാർത്ഥത്തിൽ തോൽവി എന്ന് പറയുന്നത് അത് സത്യത്തെ ഓവർകം ചെയ്യുമ്പോഴാണ്. സത്യത്തെ നമ്മൾ മറികടക്കുക, സത്യത്തെ പുറങ്കാലുകൊണ്ട് നമ്മൾ ചവിട്ടി മാറ്റി മുന്നോട്ട് പോവുക, ഇതാണ് തോൽവി. പക്ഷേ പലരും ധരിച്ചു വച്ചിരിക്കുന്നത് ഞാൻ അത് ചെയ്തു കഴിഞ്ഞാൽ, ഞാൻ അവനെ അനുസരിച്ച് കഴിഞ്ഞാൽ, അവൻ പറയുന്നത് പോലെ ഞാൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് അവന് മുമ്പിൽ തോറ്റുകൊടുക്കലാണ്. യഥാർത്ഥത്തിൽ അതല്ല. അത് സത്യത്തെ അംഗീകരിക്കുന്നതിലൂടെ ഒരു വിനയപ്രകടനമാണ് അവർ സംഭവിക്കുന്നത്. വിനയമുള്ളവർക്ക് അവർക്ക് സത്യത്തെ ഉൾക്കൊള്ളാൻ സാധിക്കും. വിനയമില്ലാത്തവർക്ക്, വിനയത്തിന് സ്ഥാനത്ത് അഹങ്കാരം സ്ഥാനം പിടിച്ചവർക്ക് ആ സത്യത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വിനയമുള്ളവരാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത് തന്നെ മണ്ണിൽ നിന്നാണല്ലോ. മണ്ണിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അത് വിനയമാണ്. അത് ചേർന്നു നിൽക്കലാണ്.
ആ വിനയം തീയുടെ സ്വഭാവം അത് മേലോട്ട് ആളിപ്പടരുക എന്നതാണ്. അതുകൊണ്ടാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മണ്ണിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. മനുഷ്യരെല്ലാം ആദം അലൈഹിസ്സലാമിൻ്റെ ആ സൃഷ്ടിക്കാൻ തിരഞ്ഞെടുത്ത മണ്ണിനെ പോലെ അവർ പാകപ്പെടണം, അവർ ഒട്ടി നിൽക്കണം, അവർ ചേർന്നു നിൽക്കണം. ആ മണ്ണിൻ്റെ സ്വഭാവം പോലെ ഒരു ഒതുക്കം മനുഷ്യനുണ്ടാവണം എന്നതാണ്. ഏറ്റവും നല്ല വിനയം നമ്മെ വിജയത്തിലേക്ക് എത്തിക്കും. സ്വർഗത്തിൽ കടന്ന മനുഷ്യരോട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങളെങ്ങനെയാണ് സ്വർഗത്തിൽ പ്രവേശിച്ചത്? നിങ്ങളെ സ്വർഗത്തിലെത്തിക്കാൻ കാരണം എന്താണ്? എന്നാൽ അതിന് ഉത്തരം ലഭിക്കുക, അവരെല്ലാവരും നല്ല വിനയമുള്ളവരായിരുന്നു, സ്വഭാവമുള്ളവരായിരുന്നു, മനുഷ്യരോട് ജനങ്ങളോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവരായിരുന്നു. ഇതായിരിക്കും അതിൻ്റെ ഉത്തരം ലഭിക്കുക. ഇത് ഹദീസിൽ വന്ന കാര്യമാണ്. അതുകൊണ്ട് വിനയമുണ്ടാകുമ്പോൾ ജനങ്ങളോട് നല്ല രൂപത്തിൽ പെരുമാറാൻ നമുക്ക് സാധിക്കും. നമ്മുടെ വീട്ടുകാരോട് നല്ല രൂപത്തിൽ പെരുമാറാൻ സാധിക്കും. നമുക്ക് മറ്റുള്ളവരെ, അവശരായി കിടക്കുന്ന ആളുകളെ നമുക്ക് അവഗണിക്കാൻ കഴിയില്ല. അവരെ നമ്മൾ മുഖവിലക്കെടുക്കും. അതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിജയം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.